വിത്തൗട്ട് ചായ ഇതല്ലാത്ത ചേട്ടനാണ് ചായ അടിക്കുന്നത്. ചേട്ടൻ നമസ്കാരം, ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അടിപൊളി ഒരു തട്ടുകടയാണ്, ബജിക്കടയാണ്. ചേട്ടാ നമസ്കാരം, എന്തൊക്കെയുണ്ട് ചേട്ടാ? സുഖം. അപ്പൊ ഈ കട അതായത് തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന കൊട്ടാരക്കര വാളകം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ തട്ടുകട ഉള്ളത്. അപ്പൊ ഇവിടെ അടിപൊളി സംഭവങ്ങളാണുള്ളത്. എന്തൊക്കെയുണ്ടാ? ഉള്ളിവട, പരിപ്പ് വട, മുളക് ബജി, മുട്ട ബജി, ഏത്തക്കപ്പം, ഉഴുന്നുവട. ഓണറാരാണ്? ഒരായി വരുമോ? ഹായ്. അപ്പം ചേട്ടൻ്റെയാണ് ഈ തട്ടുകട. ഞാനിപ്പോൾ വന്ന ഒരു ട്രിപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി എൻ്റെ ചായ ഇവിടെ ഇരിക്കും. എവിടെ വിടും? അഞ്ചൽ. ഒരു ഹായ് കൊടുക്കും. സൂപ്പറാണ്. ഉണ്ടോ? അപ്പോൾ ഇവിടെയുള്ള വന്ന ആൾക്കാർ നല്ലതല്ലേ ചായ? ഉള്ളതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നിങ്ങൾ ഇതുപോലെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്യണം? നമ്മുടെ ശിവകുമാറല്ലേ, ശിവകുമാറേട്ടനെ എന്ത് ചെയ്യണം? വന്നൊന്ന് സഹായിക്കുക. പക്ഷെ സഹായിക്കുന്നത് മാത്രമല്ല, നല്ല അടിപൊളി ഐറ്റംസ് ആണ് എല്ലാം. സാധാരണ എല്ലാ കടയിലും പകുതി മുട്ടയാണ് കൊടുക്കുക. പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾ മുട്ടയും എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾ മുട്ട ബജിയാണ് കൊടുക്കുന്നത്. അപ്പം പകുതിയല്ല, ഫുൾ മുട്ട ബജിയാണ് പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നത് ഇവിടെ ഇടുന്നത്. ഞാൻ എന്തായാലും ഒരെണ്ണം കഴിച്ചു, അടിപൊളി. ഇനി എടുക്കണോ? വേണ്ട. ഹായ് പറ. 5000 കൊടുത്തിട്ട് ശരി നിർത്തത്തില്ല. ശരി നിർത്താൻ വേണ്ടി ഞാൻ 5000 കൊടുക്കാന്ന് പറഞ്ഞു. ഹായ് പറയടാ. ഹായ്. എന്തായാലും ടയേർഡായിട്ടൊക്കെ വരുന്ന സമയത്ത് നല്ല ചൂട് ചായ, പ്രത്യേകിച്ച് ഇപ്പം മഴക്കാലമല്ലേ, അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കടി, അതുപോലെ നല്ല ചായ, പറയുന്നതനുസരിച്ച് നല്ല ചായ എടുത്തു ബജിയും ചായ. ഇവിടെ ചേട്ടനൊന്നും ഉണ്ടല്ലോ. പേര് പറഞ്ഞ ശിവകുമാർ അല്ല ഈ ചേട്ടൻ ഇവിടെ ജയരാജ്. ജയരാജ് ചേട്ടൻ എപ്പോ കളിച്ചില്ല. ജയരാജ് കണ്ടിട്ടില്ലേ? ഒന്നല്ല രണ്ടെണ്ണുണ്ട് നമുക്ക്. ദേവരാകും നല്ല സൂപ്പർ ചായ. എന്താ ഫ്രഷ് ചൂട് ചായ. നമ്മളെ ആളാണ് അടിക്കാൻ പാടി. നോക്കട്ടെ, ചായ അടിക്കണം. ലോകം മുഴുവൻ അറിയാൻ പോകുന്നതാണ് നമ്മുടെ ചേട്ടൻ്റെ ചായ അടി. ചായ അടി സ്പെഷ്യലൈസ്. ഇങ്ങനെ നോക്കൂല ഇത്. രാജീവാണ് എല്ലാവർക്കും ചായ പഴംപൂരി ഒക്കെ എടുത്തു കൊടുക്കുന്നത്. രാജീവാണ്. സബ്സ്ക്രൈബ്. ആ ഇന്ത്യ മലയാളിയാന്ന് വിചാരിച്ചു. ഇത് എന്തെന്നാണ്? ഉള്ളിവട കേട്ടാ. ഉള്ളിവട സ്പെഷ്യലാണ്. ഇവിടുത്തെ കടികളെന്ന് പറഞ്ഞാൽ ഇത്തിരി ടേസ്റ്റിയാണ്, ഒന്നും പറയാനില്ല, തകർക്കും. അപ്പം കൊട്ടാരക്കര വാളകം, കൊട്ടാരക്കര ആയൂർ റൂട്ടിൽ വാളകം നമ്മുടെ ശിവകുമാർ ഏട്ടൻ, പുള്ളിയാണ് ഇതിൻ്റെ ഓണർ. ഫേസ് കാണാൻ പറ്റില്ല, വെട്ടം കിട്ടുള്ള ശിവകുമാർ ഏട്ടൻ. അപ്പോൾ എന്താണ് ചേട്ടന് പറയാനുള്ളത് എല്ലാവരോടും?
എല്ലാവരോടും വന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷമാണ് എൻ്റെ വിജയം. അതെ തന്നെ. അപ്പം എല്ലാവരും വരിക, വന്ന് ചേട്ടൻ്റെ ഈ ബജി, അതായത് നമ്മൾ പല സ്ഥലങ്ങളിലും ബജി കഴിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ബജികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ പഴംപൊരി ആയാലും ഉള്ളിവട ആയാലും പിന്നെ എന്താണ് ഉഴുന്നുവട, അങ്ങനെയുള്ള സംഭവങ്ങൾ, മുട്ട ബജി, ഇങ്ങനെയൊക്കെ ആയാലും ചെറുതല്ല കേട്ടോ ഇവിടെ എത്താം, വലിയതാണ് എല്ലാം കൊടുക്കുന്നത്. വലുത് നല്ല ടേസ്റ്റ് കൂടിയ ഐറ്റമാണ്. ഞങ്ങളിപ്പോൾ കഴിച്ചത്, ഞങ്ങൾ ആദ്യമായിട്ടാണ് കഴിക്കണം. ക്വാണ്ടിറ്റി കൂടുതൽ, അതെ അതെ, ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഉള്ളതാണ്. നല്ല ഫ്രഷ് ഐറ്റമാണ് കേട്ടോ എല്ലാം. ഒന്ന് പൊക്കി കാണിച്ചേ ഉള്ളിവട, ജസ്റ്റ് ഒന്ന് ഇതിൽ ഉള്ളിവട കണ്ടോ കേട്ടോ നിങ്ങൾ. ഇത് കണ്ട നമ്മൾ കഴിക്കണ ഉള്ളിവട ചെറുതാണ്, പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഉള്ളി തന്നെ, ഉള്ളി മാത്രമാണ്, പക്ഷേ എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സാണ് ഇത്. നല്ല ടേസ്റ്റിയാണ്. ഞങ്ങളിപ്പോൾ കഴിച്ചേ ഉള്ളു. ശാന്തിയാണ്, അടിപൊളി, സൂപ്പർ. അപ്പോൾ ഞങ്ങൾ ചോദിച്ച് ഒരു വീഡിയോ എക്സ്പ്ലോർ ചെയ്യട്ടെന്ന് പറഞ്ഞപ്പോൾ ധൈര്യമായിട്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും പ്രേക്ഷകർ, നമ്മുടെ ചാനലിൻ്റെ ആളുകൾ, മൊത്തം കാണുന്ന ആളുകൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ തിരുവനന്തപുരം കൊട്ടാരക്കര റൂട്ടിൽ പാസ് ചെയ്യുമ്പോൾ ആയൂരി വാളകം എന്ന് പറഞ്ഞ സ്ഥലത്ത്, കൊട്ടാരക്കര ആയൂരി വാളകം ട്രാവലിങ്ങിന് പോകുന്നതും യാത്ര ചെയ്യുന്ന ആളുകൾ എല്ലാവരും വന്ന് കഴിക്കുക. ചൂടാണ് എല്ലാ ഐറ്റംസും, ഫ്രഷ് ഐറ്റമാണ്. തണുത്തതൊന്നും കൊടുക്കില്ല, ഒക്കെ ചൂടാണ്. പടാഫട്ട് ഞങ്ങൾ തീർന്നുകൊണ്ടിരിക്കും. ഇവിടെ ആളുകളൊക്കെ വന്ന് കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ വന്ന് കഴിക്കാണ്ട്. ചക്കുപ്പം കഴിച്ച് ഇനി അടുത്ത എന്തോ കടി എടുക്കാനുള്ള പരിപാടിയാണ് വന്നത്. നമ്മളാണ് ചായടി മാത്രമേ ഉള്ളൂ, ചിരിയുണ്ട് ഇടക്കിടക്ക്. ചിരിയിലാണ് ചായ അല്ലേ ചക്കു? അതെ 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 അതെ, ചിരിയാണ്. ചിരിക്കുമ്പോഴാണ് പുള്ളിയുടെ സന്തോഷം. ദേവലോകം ചാനലിട്ടാ സബ്സ്ക്രൈബ് മറന്നു വരുത്, എല്ലാവരും കാണുക. കൈപൊള്ളരുത് കേട്ടാ. അതെ അതെ, വെന്തിങ്ങാണ് പോരും ഉള്ളിവട. എന്നുവെച്ചാൽ നമ്മൾ വളരെ എന്താ പറയുക രുചികരമായിട്ട് കഴിക്കുന്നതിന് പിന്നിൽ ഒരുപാട് അധ്വാനമുണ്ട്. വളരെ ശ്രദ്ധ വേണം. ചേട്ടന് എണ്ണേനെ മേത്ത് തെറിക്കാതെ അങ്ങനെയൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഒത്തിരി നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന പോലെയല്ല, കുറച്ച് അധികം ഇടുന്നതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. ആണല്ലേ, ഒറ്റപ്പൊരിയിൽ 40-50 എണ്ണമൊക്കെയാണ് പൊരിക്കണത്. ഓരോ ഐറ്റംസ് ഇങ്ങനെ റെസ്റ്റ് ഇല്ലാണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. നമുക്കെല്ലാം ഈസി ആയിട്ട് തോന്നും, പക്ഷെ അതിന്റെ പിന്നിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട്, അധ്വാനമുണ്ട്. അതെ, ഇത് ഉള്ളി അരിയണം, മാവ് ഒഴിക്കണം, അല്ലേ? എല്ലാം കറക്റ്റ് സെറ്റ് ആയാൽ മാത്രമാണ് ആ സ്വാദോടുകൂടി നമ്മൾ കഴിക്കുന്നത്. വിജയകുമാർ അല്ലേ? ശിവകുമാർ. അതുമല്ല, ആള് നല്ലൊരു ദൈവഭക്തിയുള്ള ആളാണ്. വിളക്കൊക്കെ കത്തിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെയുള്ള ആളുകളോട് കുറച്ചും കൂടെ എന്നെ ഇവിടെ നിർത്തുന്ന കേട്ടാ. പിന്നെ അതെ, വേണ്ട ആൾക്കാരെല്ലാം വീണ്ടും വന്നിട്ടുണ്ട്. തിരക്കിലാണ്, ചേട്ടനും തിരക്കാണ്. അപ്പൊ ഞങ്ങൾ അതിന്റെ സമയത്ത് ഒരു വീഡിയോ കവർ ചെയ്തതാണ്. ഉണ്ടോ ചേട്ടൻ ഫേമസ് ആയി, നാളെ ഫേമസ് ആയി. പേരെന്താ? ശശിധരൻ. ഓളന്റെ പേര് മറക്കണം. അതെ അതെ, അത് ഇടക്കിടക്ക് മറന്നു പോലെയാണ് കേട്ടോ, അറിഞ്ഞിട്ട് കാര്യം. അതെ അല്ലേ, അത് ഇന്നലത്തെയാണ്. പിന്നെ തിരക്ക് കൂടിയിട്ടാ, ആളുകൾ കണ്ട വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ കണ്ട, തിരക്ക് കൂടി നിറച്ച ആളുകൾ ഫുള്ള്. ശിവൻ ചേട്ടൻ തിരക്കിലാണ്. എന്താ സാധനം നല്ല ചൊവ ചെറാന്നും വന്ന് ഇനി തിരക്ക് കൂടും. അതെ അതെ, നമ്മുടെ ചാനലിലോണാക്കി. അപ്പം ഞങ്ങൾ ഇനി എന്തായാലും വന്നു കഴിഞ്ഞാൽ
ശിവകുമാർ ചേട്ടനെ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. ഞാൻ വന്നാൽ എനിക്ക് ചൂട് കടി അടിപൊളി ചായ എനിക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, ഓക്കെ. അപ്പോൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ വന്ന് ചായ ഇതിലെ പോകുമ്പോൾ നിങ്ങൾക്ക് ചായ കുടിക്കാനും വിശ്രമിക്കാനും പറ്റിയ നല്ല ഒരു ഏരിയ. അതെ, വളരെ ശാന്തമാണ്. പാർക്കിംഗ് എല്ലാം ഉണ്ട്, എല്ലാ സൗകര്യവും ഉണ്ട്. അടിപൊളി, സൂപ്പർ. ഏറ്റവും പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വൃത്തിയുണ്ട്. തറയിലൊക്കെ ആണെങ്കിലും മിറ്റിലൊക്കെ ഇട്ടിട്ട് നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് ഇവിടെ. തറയൊക്കെയുള്ള നെറ്റിലിട്ട് കട്ട് ചെയ്തോ? തിരുവനന്തപുരം, കൊട്ടാരക്കര, ആയൂര്, വാളകം ഹൈവേയിൽ തന്നെയാണ് കേട്ടോ കട. നമ്മുടെ ഈ കട ഹൈവേയിൽ തന്നെയാണ്. ആളുകളൊക്കെ വന്നു തുടങ്ങി. ഇതാണ് കട. ആ ചേട്ടൻ പോണാ? നമ്മുടെ ചേട്ടൻ പോകണം. അപ്പം പറയട്ടെ, അതായത് ചേട്ടനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. പുള്ളി ഡൽഹിയിലെ പോലീസായിട്ട് വർക്ക് ചെയ്യണമാണ്. വളരെ നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാം കൊണ്ടും. ഒരു കാരണം എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പോലീസാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പേടിയില്ല. എന്നോട് പറയാം ഞാൻ ഇവിടുത്തെ അല്ല, ഡൽഹിയിലാണ്. ആണോ? ലീവ് എന്ന് വെച്ചാൽ ഇവിടെ കുറെ പുള്ളിക്കാരത്തേക്ക് ചേട്ടന്റെ വൈഫാണ്. ആ അതെ അല്ലേ, ഓക്കെ. അവരുടെ അമ്പാടി ഗോശാല എന്ന് പറഞ്ഞ ചാനലുണ്ടാവും. അപ്പം എല്ലാവരും അമ്പാടി ഗോശാല ചാനൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദേവലോകം ചാനലും ദേവരാഗം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ആണോ? ആണോ? അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഉഴുന്നു അടക്കമുള്ള സംഭവമാണ് സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. ഉഴുന്നു വട, ഉഴുന്നു വടയാണ് അടുത്തായിട്ട്. ഉഴുന്നു വടക്ക് കുഴപ്പമാണ്. ഇനി ഉഴുന്നു വടക്കാണ്. എത്ര വർഷം ചേട്ടാ ഫീൽഡ്? 7 വർഷം കണ്ടിന്യൂ അല്ലേ? അതിന് മുന്നേ തട്ടുകട ഉണ്ടായി ഇവിടെ തന്നെയായിരുന്നു. അതെ, തിരക്കുള്ള മനുഷ്യനായതുകൊണ്ട്. അതെ അതെ, മനസ്സിലായി. ഹൗസ് ഫുള്ളാവും എന്തായി? കാരണം അതേപോലത്തെ ഫുഡായിരിക്കുമല്ലോ കൊടുക്കണം. അതെ 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 അതെ. ഇത് കണ്ട ഉഴുന്നുവട കണ്ട, ഒന്ന് കാണിക്കും. കണ്ട, അതെ കണ്ട, ഇതാണ് ഉഴുന്നുവട. നിങ്ങൾ കാണുന്ന ഉഴുന്നുവട ഇടുന്നുണ്ട് കണ്ട. യെസ്. ഫ്രീ ആവോ? അല്ല, ഇങ്ങനെ എല്ലാ ദിവസവും എടുത്തില്ല, ഇങ്ങോട്ട് പോകത്തില്ല. നിങ്ങളെല്ലാവരും വരിക, ഫുഡ് കഴിക്കുക. ഒരു ദിവസം 2 ദിവസം. ഓക്കെ. ഇങ്ങനെ കയ്യും കൊണ്ടാണ് ഇങ്ങനെ ഓട്ടം ഇടാം അല്ലേ? ഉഴുന്നുവട. നേരത്തെ ഉള്ളിവടയായിരുന്നു, ഇപ്പൊ ഉഴുന്നുവട. ഉഴുന്നുവട അടിപൊളിയല്ലേ? ഉഴുന്നുവട തന്നെ ഉണ്ടോ? ചേട്ടന് എന്ത് ഫേമസ് ആയി? ആണോ? ഇന്ത്യക്കാരൻ എങ്ങനെയുണ്ട്? പാവാണോ? ഉഷാറോ? ഈ ചേട്ടാ ഇവിടെ ഇവിടെ പേരെന്തോ? ഒരു ഹായ് പറ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ചായ? ആണോ? അടിപൊളിയല്ലേ? ആ, അപ്പൊ സ്ഥിരം കഴിക്കുന്ന കസ്റ്റമർ ആയിരിക്കും.
ഒന്ന് നിങ്ങളെല്ലാവരും വരിക കേട്ടോ. ആയൂര് കൊട്ടാരക്കര റൂട്ടിൽ. ഇതെന്താ കായല വെള്ളോ? എന്തോ മാർഗല്ലേ മഴയായിരുന്നു. ഓക്കെ.